മുല്ലയാർ, പെരിയാർ എന്നീ നദികളുടെ പേരിൽ അറിയപ്പെട്ട മുല്ലപ്പെരിയാർ അണക്കെട്ട് തലയുയർത്തി നിന്നു. 53.6 മീറ്റർ ഉയരം, 365.7 മീറ്റർ നീളം, കല്ല്, രക്തം, അഭിലാഷം എന്നിവയുടെ ഒരു കൊളോസസ്. ഒക്ടോബർ 10 അതിന്റെ ഉദ്ഘാടനം ഒരു സാധാരണ ചടങ്ങായിരുന്നില്ല. അതൊരു പുതിയ യുഗത്തിന്റെ പിറവിയായിരുന്നു. മലകൾക്കടിയിലൂടെ തുരന്ന ഒരു തുരങ്കത്തിലൂടെ വെള്ളം കിഴക്കോട്ടേക്ക് കുതിച്ച് തമിഴ്നാടിന്റെ വരണ്ട ഹൃദയത്തിലേക്ക് ഒഴുകി. മധുരയിലും തേനിയിലും ദിണ്ടിഗലിലും അതിനപ്പുറവും ഒരു കാലത്ത് നിർജീവമായിരുന്ന വയലുകൾ പച്ചപുതച്ചു. അണക്കെട്ട് വെള്ളം മാത്രം പിടിച്ചു നിർത്തിയില്ല, അത് ജീവനെ നിലനിർത്തി. അത് വീടുകൾക്ക് വൈദ്യുതി നൽകി, വിളകളെ പോഷിപ്പിച്ചു, പ്രതീക്ഷ നൽകി. പെന്നിക്വിക്ക് ഒരു മനുഷ്യൻ എന്നതിലുപരിയായി തമിഴ്നാട്ടിൽ അദ്ദേഹം ഒരു ഇതിഹാസമായി മാറി. അദ്ദേഹത്തിന്റെ പ്രതിമ എല്ലാ വർഷവും പൂമാലകളാൽ അലങ്കരിക്കപ്പെടുന്നു. അദ്ദേഹത്തെ കണ്ടിട്ടില്ലാത്ത കർഷകർ അദ്ദേഹത്തിന്റെ പേര് നന്ദിയോടെ മന്ത്രിക്കുന്നു. എന്നാൽ കാലം വെള്ളം പോലെ എല്ലാത്തിനെയും ദ്രവിപ്പിക്കുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും 1956 കേരളം രൂപീകരിക്കപ്പെടുകയും ചെയ്തതോടെ കൊളോണിയൽ നിയമപ്രകാരം ഒപ്പിട്ട ആ പാട്ടക്കരാർ 2 സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു മുറിവായി മാറി. അണക്കെട്ടിന്റെ ആസ്ഥാനമായ കേരളം അതിന്റെ പ്രാബല്യത്തെ ചോദ്യം ചെയ്തു. നൂറ്റാണ്ടിലധികം പഴക്കമുള്ള, ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പഴകിയ കൽപ്പണികളാൽ നിർമ്മിച്ച ഈ അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയെക്കുറിച്ച് കേരളം ഗുരുതരമായ ആശങ്കകൾ ഉന്നയിച്ചു. മറുവശത്ത് അതിന്റെ ജലത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന തമിഴ്നാട് ഒരിഞ്ചും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. യുദ്ധം താഴ്വരകളിൽ നിന്ന് കോടതികളിലേക്ക് നീങ്ങി. സുരക്ഷയും നിലനിൽപ്പും തൂക്കിനോക്കാൻ സുപ്രീം കോടതിയെ പലപ്പോഴും വിളിക്കേണ്ടി വന്നു. ഇന്ന് 21ാം നൂറ്റാണ്ടിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇപ്പോഴും നിലകൊള്ളുന്നു. കാലാവസ്ഥയുടെ മാറ്റങ്ങളും ഉയരുന്ന ജലനിരപ്പും മനുഷ്യന്റെ അവിശ്വാസവും പേറുന്ന ഒരു പാറാവുകാരനായി. ഇത് എഞ്ചിനീയറിംഗിന്റെ ഒരു അത്ഭുതവും രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഒരു കാന്തവുമാണ്. അതിന്റെ ശിലാകൃതയം ഒരു കാലത്ത് പ്രതീക്ഷകളാൽ കൊത്തിയെടുത്തതായിരുന്നു ഇപ്പോൾ ഒരു ചൂടേറുന്ന കാലാവസ്ഥയുടെയും ഉയരുന്ന ജലനിരപ്പിന്റെയും മനുഷ്യന്റെ അവിശ്വാസത്തിന്റെയും അനിശ്ചിതത്വത്താൽ തുടിക്കുന്നു. എന്നിട്ടും ഒരു സത്യം നിലനിൽക്കുന്നു. മുല്ലപ്പെരിയാറിന്റെ കഥ വെറുമൊരു അണക്കെട്ടിന്റെ കഥയല്ല. അത് ത്യാഗത്തിന്റെയും ദർശനത്തിന്റെയും മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് പ്രകൃതിയെ കീഴ്പ്പെടുത്തിയതിന്റെയും അത്തരം ധൈര്യത്തിന് നാം നൽകുന്ന വിലയുടെയും ഒരു ഇതിഹാസമാണ്. അതിന്റെ നിഴലിൽ 2 സംസ്ഥാനങ്ങൾ ഇപ്പോഴും സന്തുലിതാവസ്ഥയ്ക്കായി പോരാടുന്നു. അതിന്റെ നിശബ്ദമായ കല്ലുകളിൽ പെന്നിക്വിക്കിന്റെ പ്രേതം കാത്തിരിക്കുന്നു. കാലത്തിന്റെ നദി അടുത്തത് ഏതു വഴിയായിരിക്കും ഒഴുകുക എന്ന് കാണാൻ.